ഹലോ എല്ലാവർക്കും ടിപ്സ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇതിൻ്റെ ആദ്യത്തെ ചാനലാണ്, അതിലെ ഫസ്റ്റ് വീഡിയോയും. അപ്പോൾ നിങ്ങൾ തീർച്ചയായും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഈ ഒരു ചാനലിൽ നമ്മൾ മെയിനായിട്ടും DIY വീഡിയോസാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇന്ന് എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ, ഇന്ന് നമ്മളൊരു വാട്ടർ ഡിസ്പെൻസർ ഉണ്ടാക്കാൻ പോവാണ്. അതെന്ന് പറയുമ്പം അത്യാവശ്യം ഓട്ടോമാറ്റിക്കായിട്ട് വെള്ളം വരുന്നൊരു ചെറിയ സംവിധാനമാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ മേക്കിങ്ങിലേക്ക് പോകാം. ആദ്യമേ തന്നെ 30 സെൻറ്റിമീറ്റർ നീളവും 15 സെൻറ്റിമീറ്ററും വീതിയുമുള്ള ഇതേപോലത്തെ 3 പീസ് നമുക്ക് എടുത്ത് വയ്ക്കാം. ബാക്കിയുള്ള പീസുകളുടെ അളവ് ഞാൻ തൽക്കാലം പറയുന്നില്ല, കാരണം അത് നമ്മൾ ഉപയോഗിക്കുന്ന കുപ്പിയുടെയും ഗ്ലാസിൻ്റെ അളവ് അനുസരിച്ചിരിക്കും. ഇത് നമ്മുടെ ബോട്ടത്തിൽ വയ്ക്കാനുള്ളൊരു ചെറിയ പീസാണ്. ഇത് സെൻറ്ററിൽ ഒട്ടിച്ച് വയ്ക്കാനുള്ള ചെറിയ പീസും ഈ കാണുന്നത് നമ്മൾ ടോപ്പിൽ ഒട്ടിച്ച് വയ്ക്കാനുള്ള പീസാണ് കേട്ടോ. നമുക്കിനി ഈ കാണുന്ന ബോട്ടത്തിൻ്റെ പീസ് 30 സെൻറ്റിമീറ്ററിൻ്റെ വലിയ പീസിലേക്ക് ഒട്ടിച്ച് വയ്ക്കാം. ഇനി നമുക്ക് അടുത്ത 30 സെൻറ്റിമീറ്ററിൻ്റെ പീസ് ഇതേപോലെ നമുക്ക് ഒട്ടിച്ച് വയ്ക്കാം. ഒട്ടിക്കുമ്പം അത്യാവശ്യം നല്ലവണ്ണം ടൈറ്റാക്കി കൈയോടൊന്ന് പ്രസ് ചെയ്തിട്ട് വേണം ഒട്ടിക്കാൻ, അല്ലെങ്കിൽ അത് ഉണ്ടാക്കി കഴിയുമ്പം ലൂസാവാനുള്ള ചാൻസ് ഉണ്ട്. ഇനി നമുക്കതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലും അതേപടി ഒരു 30 സെൻറ്റിമീറ്ററിൻ്റെ വലിയ പീസ് ഒട്ടിച്ച് വയ്ക്കാം. നമുക്ക് ആ 30 സെൻറ്റിമീറ്ററിൻ്റെ ആ രണ്ട് വലിയ പീസും ആ ബോട്ടത്തിൻ്റെ പീസും വരുന്ന ഭാഗം രണ്ടും നമുക്ക് ടൈറ്റായിട്ട് ഒട്ടിച്ച് കൊടുക്കാം. ഇനി നമുക്ക് സെൻറ്ററിൽ ഒട്ടിക്കേണ്ട ഒരു പീസ് നമുക്ക് ഒട്ടിച്ച് വയ്ക്കാം. ഒട്ടിച്ച് വയ്ക്കുന്നതിന് മുമ്പ് നമ്മൾ ഈ എക്സ്പെരിമെൻറ്റിനായിട്ട് ബോട്ടത്തിൽ ഒഴിക്കുന്ന ഗ്ലാസിൻ്റെ ഹൈറ്റിനെക്കാട്ടിലും കുറച്ചുകൂടെ ഹൈറ്റ് കൂട്ടി വേണം നമ്മൾ ഈ പീസ് ഒട്ടിച്ച് വയ്ക്കാൻ. ഇപ്പോൾ പറഞ്ഞത് മനസ്സിലായില്ലെങ്കിൽ വീഡിയോയുടെ അവസാനമൊക്കെ ആകുമ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവുന്നതായിരിക്കും. ഇനി നമുക്ക് ആ നടുക്കൊട്ടിച്ച ഒരു പീസിൻ്റെ അറ്റം നോക്കി നമുക്കൊരു ഹോൾ ഇടാം. കാരണം ഈ ഒരു ഹോളിൽ കൂടെയാണ് നമ്മുടെ കുപ്പിയുടെ ഒരു ഹോസ് താഴേക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നത്. ഇനി നമുക്ക് സാധാ ഒരു പ്ലാസ്റ്റിക് കുപ്പി എടുക്കാം. ആ കുപ്പിയുടെ അടിഭാഗം നോക്കി നമുക്ക് ചെറിയൊരു ഹോൾ ഇടാം. ഇനി നമ്മൾ ആ ഹോൾ ഇട്ട ഭാഗത്തേക്ക് ഒരു ഹോസ് കയറ്റി വെച്ചതിന് ശേഷം അതിൽ കൂടെ വെള്ളം ലീക്ക് ചെയ്യാതിരിക്കാൻ വേണ്ടി നമുക്ക് MCയിൽ വെച്ച് ടൈറ്റായിട്ടൊന്ന് ഒട്ടിച്ച് വയ്ക്കാം. ഇനി ഈ കുപ്പി നമുക്ക് ഇതിലേക്ക് ഇറക്കി വെച്ചതിന് ശേഷം നേരത്തെ തുളച്ച ഹോളിൽ കൂടെ നമുക്ക് ഈ ഹോസ് താഴേക്ക് ഇറക്കി വയ്ക്കാം. ഇനി നമുക്ക് ആ കുപ്പി എടുത്ത് മാറ്റി വെച്ചതിന് ശേഷം വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ ടോപ്പിൽ ഒട്ടിക്കേണ്ട പീസ് എടുക്കാം. ആ ഒരു പീസ് ഇതേപോലെ വെച്ചതിന് ശേഷം ഇത് നമുക്ക് ടൈറ്റായിട്ട് ഗ്ലൂ ഒഴിച്ച് ഒട്ടിച്ച് വയ്ക്കാം. ഇനി നമ്മൾ നേരത്തെ എടുത്ത് മാറ്റി വെച്ച കുപ്പി ഒരിക്കൽ കൂടെ എടുത്ത് ഇതിലേക്ക് നമുക്ക് ഇറക്കി വയ്ക്കാം. ഇറക്കി വയ്ക്കുന്ന നേരത്തെ തുളച്ച ഹോളിൽ കൂടെ നമുക്ക് ആ ഹോസ് താഴേക്ക് ഇറക്കി വയ്ക്കണം. നമുക്ക് ഇതിൻ്റെ ടോപ്പ് കവർ ചെയ്യാനായിട്ട് ഇതേപോലെ ഒരു പീസ് എടുക്കാം. ഇത് നമ്മൾ കുപ്പിയുടെ അളവിനനുസരിച്ച് കറക്റ്റായിട്ട് അളന്ന് കട്ട് ചെയ്ത് വെച്ച പീസാണ്. ഇനി നമുക്ക് ഈ ഒരു പീസ് നല്ലപോലെ ടൈറ്റ് ഒട്ടിച്ച് വയ്ക്കാം. ഇതോടുകൂടി ഇതിൻ്റെ സ്ട്രക്ചർ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞു. അങ്ങനെ നമ്മൾ നമ്മുടെ വാട്ടർ ഡിസ്പെൻസർ നന്നായിട്ട് ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അതിനായിട്ട് അതിൻ്റെ അടപ്പ് മാറ്റി വെച്ചതിന് ശേഷം ഇതിലേക്ക് നമുക്കൊരു വാരി എടുത്ത് വയ്ക്കാം. അതിനുശേഷം ഇതിലേക്ക് നമുക്കൊരു 2 സ്ക്രൂ കൂടെ ഇട്ട് നമുക്ക് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. 2 സ്ക്രൂ ഇട്ട് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഒരു ഹോൾ ഇടാം. കാരണം ഈ ഒരു ഹോളിൽ കൂടെയാണ് നമ്മുടെ കുപ്പിയുടെ ഒരു ഹോസ് താഴേക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നത്. ഇനി നമുക്ക് സാധാ ഒരു പ്ലാസ്റ്റിക് കുപ്പി എടുക്കാം. ആ കുപ്പിയുടെ അടിഭാഗം നോക്കി നമുക്ക് ചെറിയൊരു ഹോൾ ഇടാം.
അതിലേക്ക് നമുക്ക് നേരെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ചു കൊടുക്കാൻ നേരത്ത് അടിയിലത്തെ ഹോസ് നമ്മൾ വിരൽ വെച്ചൊന്ന് ജസ്റ്റ് ആയിട്ടൊന്ന് അടച്ചു കൊടുക്കുക. ഇനി നമുക്കിതിൻ്റെ വാരി എടുത്ത് മാറ്റി വെച്ചതിന് ശേഷം ക്യാപ്പ് വെച്ച് ഈ ബോട്ടിൽ നന്നായിട്ട് അടച്ചു വയ്ക്കാം. ഇനി നമുക്ക് ഇതിലേക്കൊരു ഗ്ലാസ് എടുത്ത് വയ്ക്കാം വെള്ളം കളക്ട് ചെയ്യാനായിട്ട്. ഇനി നമുക്കിതിനെ ഫസ്റ്റ് ടെസ്റ്റ് അടിക്കാം. അതിനായിട്ട് ഈ കുപ്പിയുടെ അടപ്പം തുറക്കുക. അടപ്പ് തുറക്കുമ്പോഴത്തേക്കും ആ ഹോസിൽ കൂടെ ആ ഗ്ലാസ്സിലേക്ക് വെള്ളം കളക്ട് ആവും നമുക്ക് കാണാൻ കഴിയും. ഇനി ഇത് നിർത്തണമെങ്കിൽ ക്യാപ്പ് ജസ്റ്റ് അടച്ചു വയ്ക്കുക. ക്യാപ്പ് അടച്ചു വയ്ക്കുമ്പോഴത്തേക്കും തുള്ളിയായിട്ട് വെള്ളം വന്ന് നിൽക്കുന്ന നമുക്ക് കാണാൻ കഴിയും. കണ്ടോ? അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടാൻ കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, തീർച്ചയായും ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.